AI മനുഷ്യരുടെ ജോലി കൊണ്ടുപോകുമോ? AI മനുഷ്യരെ റീപ്ലേസ് ചെയ്യുമോ? റോബോട്ട്സ് മനുഷ്യർ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുമോ? ഇതൊക്കെയാണ് നമ്മൾ കാലങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. AI മനുഷ്യരെ റീപ്ലേസ് ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ AI ഉപയോഗിക്കാൻ അറിയാവുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ ജോബ് റീപ്ലേസ് ചെയ്യും. ഇതാണ് ഫ്യൂച്ചർ. AI, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ വേൾഡ് ക്ലാസ് ലെവലിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇൻ്റർനാഷണൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് താഷ്കന്റ്. സോ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ റിസപ്ഷൻ. കണ്ടില്ലേ, ഇതാണ് നമ്മൾ വന്ന് കയറുന്നൊരു റിസപ്ഷൻ. നമ്മൾ സാധാരണ കണ്ട് പരിചിതമായിട്ടുള്ളൊരു നോർമൽ അക്കാഡമിക് ക്യാമ്പസ് പോലെയല്ല. ഒരു കോളേജ്, അവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണോ ജോലിക്ക്, ഒരു ഇൻറ്റേൺഷിപ്പ് പോലെയാണ് ഇത്. എൻ്റെ കോഴ്സ് നമുക്കൊരു വലിയൊരു IT പാർക്കിൽ നല്ലൊരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് പോലെ ആയിരിക്കും സ്റ്റുഡൻസിന് ഫീൽ ചെയ്യുക. നമ്മൾ ഒരു 3 വർഷം പഠിച്ച് പിന്നെ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന പോലെയല്ല. ഫ്രം ദ ഫസ്റ്റ് ഇയർ ഇറ്റ്സെൽഫ് നമ്മളിവിടെ കമ്പനികൾ, ഓഫീസുകൾ, ഫൗണ്ടേഴ്സ്, ഇന്നോവേറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് അവരെല്ലാം നിങ്ങൾ കാണുകയാണ്, നമ്മൾ കണ്ട് പഠിക്കുകയാണ് സ്റ്റുഡൻസ്. Hi bro, are you working here? No, I'm just a student here. And what are you doing here? I'm learning. Learning, yeah, great. See, ഇതൊരു സ്റ്റാഫല്ല, ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണ്. ഇതെല്ലാം സ്റ്റുഡൻസ് ആണ്. നമ്മളിവിടെ കാണുന്ന ഈ റിസപ്ഷൻ പോലെ, വർക്ക് ഡെസ്ക് പോലെ കാണുന്ന സ്ഥലങ്ങളൊന്നും തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റാഫുകളല്ല. ഇതെല്ലാം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ സ്റ്റാർട്ടപ്പ്സ് ഇവിടെ ഇൻക്യുബേറ്റ് ചെയ്ത് അവർ പഠിക്കുന്നതിനോടൊപ്പം ബിസിനസ് കൂടി ചെയ്യുകയാണ്. പലതരത്തിലുള്ള ബിസിനസ്സുകൾ അവർ എൻ്റെ ഡ്യൂറേഷനിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട് കൂടി ചെയ്യുകയാണ് ഇവിടെ. ഇതൊക്കെ നമ്മൾ കാണുന്നതൊക്കെ ഇവിടെ കമ്പൈൻ സ്റ്റഡി നടത്തുന്ന സ്റ്റുഡൻസ് ആണ്. കമ്പൈൻ സ്റ്റഡി അതുപോലെ അല്ല, അവരുടെ ബിസിനസ്, അവരുടെ കമ്പനി കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ഇവിടെ. ഇതെല്ലാം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അകത്തുള്ള ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ക്ലാസ് റൂംസ് കാണാം. ഇവിടെ ആക്ച്വലി ഇവിടുത്തെ ഉസ്ബെക്ക് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ക്ലാസ് റൂമില്ല. അവരുടെ സാർ എന്ത് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുള്ളത്, അവർക്ക് എന്തെല്ലാം മോഡേൺ എക്വിപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്ലാസ് റൂമിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇത്തരത്തിൽ IDU പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ജോബ് ഇല്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും. അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വലിയൊരു മാർക്കറ്റിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക്സ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല കമ്പനികളിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്കെയിലുമായിട്ട് കയറാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ഒരുപാട് MNCകളുമായിട്ട് ലീഡിങ് ആയിട്ടുള്ള പല ജാപ്പനീസ് കമ്പനികളും ഈ യൂണിവേഴ്സിറ്റീസുമായിട്ട് MOU സൈൻ ചെയ്യുന്നുണ്ട്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് മികച്ച ROI കിട്ടുന്ന ഒരു കോഴ്സാണ്. ഇതാണ് ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബ്സ്, ഫെസിലിറ്റീസ്. ഒരുപാട് ഹൈ എൻഡ് PCs ഇവിടെ ഉണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് ഒരു റൂം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ലാബുകൾ ഈ ക്യാമ്പസിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഈ കാണുന്ന ഈ ഫ്ലോറിൽ ഒരുപാട് റൂംസ് എല്ലാം ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും ഹൈ എൻഡ് PCസും ഉള്ള ലാബ്സാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. ഇതും ഈ കാണുന്ന റൂമൊക്കെ ഇതൊക്കെ ക്ലാസ് റൂംസ് ആണ് ആക്ച്വലി. ഇവിടെ ഇപ്പോൾ ഇത് കാണാം. നമുക്കിവിടെ എന്താ ഗെയിം ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സ് ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗെയിം ഡെവലപ്മെൻറ്റ് കോഴ്സ്, അതിൻ്റെ ക്ലാസ് ഇവിടെ നടന്നതിൻ്റെ മാർക്സാണ് കാണുന്നത്. ഇത് കണ്ടു, ഇതൊക്കെ ക്ലാസ് റൂംസ് ആണ്. ഇവിടെ മോണിറ്ററിൽ കാണിക്കുക, പഠിക്കുക. അങ്ങനെ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ഒരു തിയറി ബേസ്ഡ് ആയിട്ടല്ല, പ്രാക്ടിക്കലായിട്ട് നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റുന്ന മോഡേൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വിത്ത് ഹൈ എൻഡ് PCs. അതാണ് മെയിൻ പോയിന്റ്. നമ്മൾ ഈ കാണുന്ന PCs ഒന്നും തന്നെ നമുക്ക് നോർമലി നമ്മുടെ നാട്ടിലെ കോളേജ് ലബോറട്ടറികളിൽ കാണുന്ന പോലെ ഒരു മീഡിയം സൈസ് PCs അല്ല. എല്ലാം ഹൈ എൻഡ് PCs ആണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് AI കോഴ്സസ് നമ്മുടെ നാട്ടിലുണ്ട്. ലേൺ AI എന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ അവിടെ പോയി
കോഴ്സിന് ചേരുന്നുണ്ട്. പക്ഷേ എന്താ അവർ പഠിക്കുന്നത്? ജെമിനി യൂസ് ചെയ്യുന്ന എങ്ങനെ, ChatGPT യൂസ് ചെയ്യുന്ന എങ്ങനെ, ക്ലൗഡ് എങ്ങനെ യൂസ് ചെയ്യാം, ഇതൊക്കെ പഠിക്കുന്നതല്ല AI ആൻഡ് റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു വേറെ തന്നെ ഒരു കോഴ്സാണ്. ആക്ച്വലി അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു വെസ്റ്റേൺ കൾച്ചർ നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിനെ ഒരു വലിയൊരു കമ്പനിയാക്കി മാറ്റാം എന്നുള്ളതെല്ലാം നമുക്കിവിടെ പഠിക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ഫ്ലോർ ഇവിടുത്തെ ഇൻക്യുബേഷൻ സെൻ്ററാണ്. ആക്ച്വലി ഇതെൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയ ഒരു ഏരിയ ആണ്. കാരണം ഞാൻ എൻ്റെ കമ്പനി ടെവാനോവ ടെക് ട്രേഡ് എന്ന് പറയുന്ന കമ്പനി ആ ഒരു റോബോട്ടിക്സ് കമ്പനിയുമായിട്ട് നമ്മുടെ നാട്ടിൽ എവിടെയെല്ലാം കയറി ഇറങ്ങി എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടാണ് ഞങ്ങളുടെ കമ്പനി കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയയെ എങ്ങനെ, അത് ഏത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവർക്ക് ആ ഒരു ഐഡിയയെ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ഈ യൂണിവേഴ്സിറ്റി ഫുൾ സപ്പോർട്ട് അവർക്ക് കൊടുക്കുകയാണ്. ഇവിടുത്തെ ഒരു കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവരുടെ പെർസ്പെക്റ്റീവ്, അവരെങ്ങനെ ലോകത്തെ കാണുന്നു, നമുക്കിതിൽ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ലേൺ ആൻഡ് ചേഞ്ച് ദ വേൾഡ്. പഠിക്കുക, സമ്പാദിക്കുക, ലോകത്തെ മാറ്റുക. നമ്മളിവിടെ 9 to 5 പഠിച്ച് ഒരു ജോലി കിട്ടുക, ശമ്പളം വാങ്ങുക എന്നുള്ളതല്ല. പഠിക്കുന്നതിനോടൊപ്പം ഇവിടുത്തെ ഒരു കുട്ടി ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഒരു ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വലിയ കമ്പനിയാക്കി മാറ്റാം എന്നുള്ളതിന് അതിന് യൂണിവേഴ്സിറ്റി ഫുൾ സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കും. സോ നമ്മളിപ്പോൾ ഇവിടെ ലൈബ്രറിയിലാണുള്ളത്. ഇവിടെ കണ്ടോ, ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്ലാഗ് ഉണ്ട്, UK, ബിക്കോസ് വോൾവർഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് കണക്റ്റഡാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി. അവരുടെ കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. ഉസ്ബെക്കിൻ്റെ ഫ്ലാഗ് ഉണ്ട്. പക്ഷേ സ്റ്റുഡൻസ് വരുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യയുടെ ഫ്ലാഗും കൂടെ ഉണ്ടാവും എന്ന് നമ്മളോട് റെക്ടർ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് വരും. ഒരുപാട് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ഒക്കെ ഉള്ളതാണ് ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, IDUയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സുകൾ, മോസ്റ്റ് മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്കിവിടെ പഠിക്കാൻ പറ്റും. സോ വെൽക്കം ടു IDU.